ഗായ്സ്, ഇന്ന് നല്ലൊരു തെരണ്ടി കിട്ടിയായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ തെരണ്ടി നെയ്യ് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നു. തെരണ്ടി നെയ്യുടെ റോസ്റ്റ് അടിപൊളിയാണ്. ഇന്ന് അതിൻ്റെ റെസിപ്പി കാണാം. തെരണ്ടിയുടെ നെയ്യ് വൃത്തിയാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കയ്പ് എടുത്ത് കളയാനാണ്. അത് കൃത്യമായിട്ട് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നെയ്യ് മുഴുവനായിട്ട് അതിൻ്റെ കയ്പടിക്കും. ഇത് ആ കാണുന്നതാണ് അതിൻ്റെ കയ്പ്. തിരണ്ടി നെയ്യ്, തിരണ്ടി നെയ്യ്, ആദ്യം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അത് മുറിച്ചെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ അതിൻ്റെ കയ്പ് ഞാൻ മുറിച്ച് മാറ്റി. എങ്ങാനും അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കയ്പടിക്കുന്നതായിരിക്കും. ഈ ആയതുകൊണ്ട് നല്ല വഴുക്കുന്നുണ്ട്. ഞാൻ ഒരു വിധമാണ് അത് മുറിച്ച് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് തെന്നി പോകുന്നുണ്ട്. ഒരു വിധത്തിൽ ഞാൻ അതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തു. മുറിച്ചെടുക്കുന്നതിനേക്കാളും പാടാണ് ഇത് കഴുകിയെടുക്കുന്നതിന്. കയ്യിൽ നിന്ന് വഴുക്കിയിട്ടും നെയ്യാകെ പൊന്തിയിട്ടും കൈ ആകെ മണത്ത് അലാക്കാവും. എന്നിട്ട് ഞാൻ ഒരു വിധം അത് കഴുകി വൃത്തിയാക്കിയെടുത്തു. ഒരു 3-4 വെള്ളത്തിൽ കഴുകി അതിൻ്റെ ഒരു പശപ്പുണ്ട്, അത് പോയി കഴിഞ്ഞതിന് ശേഷം അത് ക്ലീനാക്കിയെടുത്തു. കാന്താരി ഇട്ടിട്ടാണ് ഞാനിന്ന് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ആദ്യം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി അല്ലിയിട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ച കാന്താരി മുളകും ഉള്ളിയും വഴറ്റിയെടുത്തു. അത് നല്ലവണ്ണം വഴറ്റി ഏകദേശം അത് നല്ലോണം വെന്തതിന് ശേഷം ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി പൊടികളിടാം. ആദ്യം ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. ഗരം മസാലപ്പൊടി കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അഥവാ അത് കൂടി പോയിട്ടുണ്ടെങ്കിൽ നെയ്യുടെ ടേസ്റ്റ് കിട്ടത്തില്ല. നല്ലോണം വെന്ത് വന്ന് മസാലയുടെ ഒരു പച്ചപ്പെല്ലാം മാറിയതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. നല്ലോണം കുറുകി വന്നതിന് ശേഷം വൃത്തിയാക്കി മുറിച്ച് വെച്ച നെയ്യുടെ കഷ്ണങ്ങൾ ഓരോന്നായി അതിലിട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തതിന് ശേഷം അധികം ഇളക്കാൻ പാടില്ല, നെയ്യ് പൊടിഞ്ഞു പോകുന്നതായിരിക്കും. ശേഷം നെയ് റോസ്റ്റ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ട് നെയ്യുടെ അതിൻ്റെ എണ്ണ പൊന്തി വരുന്നത് കാണുന്നുണ്ടോ? എണ്ണ മാത്രമായിട്ട് കുറുകി വരുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്.